വെടിനിർത്തലിന് തയ്യാറെന്ന് ഒടുവിൽ ഇസ്രായേൽ ഈജിപ്തിനെ അറിയിച്ചു. നിലവിലെ സാഹചര്യം ഒരു വെടിനിർത്തലുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിലേക്കാണ് നീങ്ങുന്നത്. റഫ അതിർത്തിയുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള ഏറ്റുമുട്ടൽ നടക്കുന്നു. 2 ഇസ്രായേൽ സൈനികർ കൊല്ലപ്പെട്ടുമായി ബന്ധപ്പെട്ട വലിയ വിഷയങ്ങളാണ് യഥാർത്ഥത്തിൽ ഇസ്രായേലിനെ ഇപ്പോൾ അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്നത്. ബന്ദികളുമായി ബന്ധപ്പെട്ട വിഷയം വീണ്ടും സജീവമാകുന്നു. അവിടെ ബന്ദികൾ എത്രത്തോളം കൊല്ലപ്പെടുന്നു എന്നതിൻ്റെ ലിസ്റ്റ് ഹമാസ് പറയുന്നതിനനുസരിച്ച് സംസാരിക്കുക എന്നല്ലാതെ യഥാർത്ഥത്തിൽ അവർ മരിക്കുന്നത് എങ്ങനെ എന്നതിനെക്കുറിച്ചുള്ള യാതൊരു വിവരവും ഇല്ല എന്നുള്ളത് വലിയ ആശങ്ക ഉണ്ടാക്കുന്ന കാര്യമാണ് എന്നാണ് അറിയാൻ വേണ്ടി സാധിക്കുന്നത്. ആയതിനാൽ ഇപ്പോൾ മുന്നേറ്റം അസാധ്യമാണ്. ഗസ മുഴുവൻ കീഴടക്കിക്കൊണ്ട് ഇസ്രായേലിലെ ഭരണത്തിൽ ഏൽപ്പിക്കുക, അവിടെ പട്ടാള സൈനികരെ പോലെയുള്ളൊരു സംവിധാനം ഉണ്ടാക്കുക എന്നൊക്കെ പറയുന്നത് നമ്മുടെ ആഗ്രഹമല്ലാതെ ലക്ഷ്യം കാണാൻ വേണ്ടി സാധിക്കുകയില്ല എന്ന് ബോധ്യമായതിൻ്റെ അടിസ്ഥാനത്തിൽ ഈജിപ്തുമായി വീണ്ടും കരാർ വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് സംസാരിക്കാൻ വേണ്ടി തീരുമാനിച്ച വിവരം ഇപ്പോൾ പുറത്തു വന്നു. ഈ വിഷയം പലസ്തീനുമായിട്ടും അതോടൊപ്പം തന്നെ ഖത്തറുമായിട്ടും സംസാരിച്ചതിന് ശേഷം വളരെ പെട്ടെന്ന് തന്നെ മറുപടി നൽകാമെന്നുള്ളതും ഏറ്റവും വല്ലാതെ വൈകാതെ തന്നെ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ചർച്ചയ്ക്ക് ഇരുന്നു കൊണ്ട് കാര്യങ്ങൾ സംസാരിക്കാം എന്ന തരത്തിലൊക്കെ ഈജിപ്ത് പറഞ്ഞതായിരിക്കുന്ന വിവരം പുറത്തു വന്നു. എന്നാൽ ഇത് ഔദ്യോഗികമായിരിക്കുന്ന വിവരമല്ലെന്നും ഇത് താല്പര്യപ്രകാരം പറഞ്ഞതാണ് എന്ന തരത്തിലുമാണ് പറയുന്നത്. അത് ഔദ്യോഗികമായി സർക്കാർ പ്രഖ്യാപിച്ചതല്ല. എന്നാൽ ഇങ്ങനെ ഒരു താല്പര്യം അവരുടെ ഭാഗത്തു നിന്നുണ്ട്. അത് ഉണ്ടായതിൻ്റെ അടിസ്ഥാനത്തിലാണ് ചർച്ച വന്നത് എന്ന തരത്തിലാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് കഴിയുന്നത്.